വ്യവസായ മന്ത്രി പി രാജീവിന് മറുപടിയുമായി കിറ്റെക്സ് MD സാബു ജേക്കബ് രംഗത്ത് വരികയുണ്ടായി. കിറ്റെക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി നടത്തിയ പ്രതികരണത്തിന് മറുപടിയുമായാണ് സാബു രംഗത്തെത്തിയത്. എന്നാൽ കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റെക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു ജേക്കബ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറയുകയുണ്ടായി. ആന്ധ്ര വെറും മോശമാണെന്നൊക്കെയുള്ള വ്യവസായ മന്ത്രിയുടെ പ്രതികരണം സ്ഥിരമുള്ളതാണെന്നും സാബു ജേക്കബ് ആരോപിച്ചു. കിറ്റെക്സ് കേരളം വിട്ടു പോകാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റ അന്നു മുതൽ ഉദ്യോഗസ്ഥരും സർക്കാരും എല്ലാം ചേർന്ന് ഒരുമിച്ച് ആക്രമിച്ചുവെന്ന കാര്യവും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ ചൂണ്ടിക്കാട്ടി. 1000-ലേറെ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മാസം തുടർച്ചയായ റെയ്ഡുകൾ നടത്തുകയുമുണ്ടായി. ഒരു നിയമലംഘനം പോലും കണ്ടെത്താനായില്ല. അന്ന് സഹികെട്ടാണ് 3500 കോടിയുടെ നിക്ഷേപം മറ്റ് സംസ്ഥാനത്തേക്ക് മാറ്റിയത്. കിറ്റെക്സ് കേരളം വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച അന്ന് കിറ്റെക്സിന്റെ ഓഹരി മൂല്യം വർദ്ധിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പിടിച്ചു നിന്നത് പിതാവ് MC ജേക്കബിന്റെ ചില ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയായിരുന്നു. ഒരുപാട് ചെറുപ്പക്കാർ തൊഴിൽ ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത്. ആന്ധ്ര വളരെ മോശമാണെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത്. അത് വ്യവസായ മന്ത്രിയുടെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. സ്വന്തം പോരായ്മകളും കഴിവില്ലായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ്. കിറ്റെക്സ് വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണെന്നും അത് മറക്കരുതെന്നുമാണ് മന്ത്രി പറയുന്നത്. ഇത് കേട്ടാൽ തോന്നും കേരളം ചില ആളുകളുടെ സ്വത്താണെന്ന്. കേരളം ആരുടെയും പിതൃസ്വത്തല്ല. കഴിഞ്ഞ 60 വർഷം മുൻപ് ചെറു വ്യവസായം തുടങ്ങി അധ്വാനിച്ചവരാണ് തങ്ങളെന്നും സാബു ജേക്കബ് പറയുകയുണ്ടായി. ഇവർക്കും 10 പേർക്കും തൊഴിൽ കൊടുക്കാമായിരുന്നല്ലോ. അവർ ആളെ പറ്റിച്ച് ജീവിക്കുകയാണെന്നും സാബു വിമർശിക്കുകയുണ്ടായി. സർക്കാരോ പി രാജീവോ ഇടതുപക്ഷമോ ഒരു ആനുകൂല്യമോ ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല. കേരളത്തിൽ വരുന്ന വ്യവസായികളിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരെയാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞത്. കിറ്റെക്സിനെ പോലെ 10,000 രൂപയല്ലെന്ന് പറഞ്ഞു. കിറ്റെക്സ് സമൂഹത്തിൽ അവശത ലഭിക്കുന്നവരെയാണ് ജോലിക്ക് വിളിക്കുന്നത്. അവർക്ക് വർഷം 5 ലക്ഷത്തിന് മുകളിൽ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും ഒക്കെ കൊടുക്കുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുത്തു വരുന്നുണ്ട്. 10,000 രൂപ ശമ്പളം കൊടുക്കുന്ന തൊഴിലല്ല 50 ലക്ഷം കൊടുക്കുന്നവരാണ് വേണ്ടതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്നും സാബു വിമർശിക്കുകയുണ്ടായി. മന്ത്രി പി രാജീവിന്റെ മക്കൾ എവിടെയാണ് പഠിച്ചത്? എത്ര രൂപയാണ് ചെലവിടുന്നത്? ഇപ്പോൾ എവിടെ പഠിക്കുന്നുവെന്ന് അന്വേഷിച്ചു നോക്കൂ. എന്നിട്ട് ആദർശം പറയുന്നതെന്നും സാബു ജേക്കബ് ആരോപിക്കുകയുണ്ടായി. മനസമാധാനം വേണമെങ്കിൽ സ്വയം തീരുമാനിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയക്കാരെ സേവിച്ചാൽ സമാധാനം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത്. കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ എല്ലാം പൊരുൾ. അത്തരത്തിലുള്ള മനസമാധാനം വേണ്ട. കിറ്റെക്സ് ഇവിടെ തുടർന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. കിറ്റെക്സ് ഇവിടെ തുടരുന്നതിന് ആരുടെയും ഔദാര്യവും വേണ്ട. ഇന്നിത് ഇവിടെ പൂട്ടിക്കെട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ ഒരു വർഷം 400 കോടി രൂപ ലാഭവും കിട്ടും. അത് വേണ്ടെന്ന് തീരുമാനിച്ചത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഓർത്താണ്. 10,000-ലേറെ കുടുംബങ്ങൾ പട്ടിണിയിലുമാവും. ഈ കേരളം നന്നാവാൻ ഇവർ ഒരിക്കലും അനുവദിക്കില്ല. കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ഇവിടെ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത്. മുതൽ മുടക്കിയവർ പേടിക്കാതെ ജീവിക്കണ്ടേ? കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിരട്ടാൻ നോക്കേണ്ടെന്നും സാബു പറയുകയുണ്ടായി. അതേസമയം കേരളം കടമെടുത്ത് മുന്നോട്ട് പോവുകയാണെന്ന് സാബു നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവന്നാൽ പ്രശ്നമാണ്. പെൻഷൻ, ശമ്പളം കൊടുക്കാനെല്ലാം കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിലേക്ക് സർക്കാർ സ്വകാര്യ ജെറ്റ് അയച്ചു നൽകിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് അവർക്ക് 3500 കോടിയുടെ നിക്ഷേപവും കിട്ടി. വ്യവസായ രംഗത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കേരളം 1-ാം നമ്പർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഏത് വ്യവസായമാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നില്ലെന്നും സാബു ജേക്കബ് പറയുകയുണ്ടായി. ഇപ്പോൾ ആന്ധ്രയിലെ ടെക്സ്റ്റൈൽ മന്ത്രി നേരിട്ട് വന്നു. അവരുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത്. അവിടെ വ്യവസായികൾ എന്ത് സൗകര്യം ഏർപ്പെടുത്താം എന്ന് ആ സർക്കാർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കേരളം ഒന്നും പഠിക്കുന്നില്ല. ഒരുപക്ഷെ തെലങ്കാനയിൽ കിട്ടിയതിലും കൂടുതൽ സൗകര്യം ആന്ധ്രയിൽ കിട്ടിയേക്കാം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം കൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കാൻ അവിടുത്തെ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. കേരളത്തിൽ നിക്ഷേപം ഇറക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് ബോംബ് വെച്ച് കിടക്കുന്നത് പോലെയാണ്. എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെ വ്യവസായികൾ ശ്വാസം മുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്.
കേരളത്തിൽ നിന്നും കിറ്റെക്സിനെ ഒറ്റയടിക്ക് പറിച്ചു നടുന്നതിന് പദ്ധതിയില്ലെന്നും സാബു ജേക്കബ് വ്യക്തമാക്കിയിരുന്നു.